പോലീസിന്റെ രഹസ്യ നീക്കങ്ങൾ അതിനെ നമ്മൾ ഏതെല്ലാം തലത്തിൽ ഇപ്പോൾ വിലയിരുത്തേണ്ടി വരും? കാരണം പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഇനിയും കൂടുതൽ വരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മുൻപത്തെ പോലെ ഒരു വിമർശനങ്ങളും ഉയരാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുന്നിലേക്ക് കിട്ടണം. അതിനുവേണ്ടി തന്നെയുള്ള നീക്കങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കാരണം ഈ മൂന്നാമത്തെ പരാതി അതിന്റെ ഗുരുതരമായ സ്വഭാവം തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ഇനിയും ഒരു പരാതി വന്ന് ഇതിൽ നിന്നും വഴുതി പോവുകയാണെങ്കിൽ പോലീസ് സേനയെ സംബന്ധിച്ച് പോലും അത് വലിയ തിരിച്ചടിയാകും എന്നുള്ളൊരു ബോധ്യം അത് പോലീസിന് മുന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ നീക്കങ്ങളെല്ലാം വന്നതും അല്ലേ? നല്ല പൂജ, അത് ഒരു നാണക്കേടായി മാറും എന്നുള്ളത് പോലീസിന് അറിയാമായിരുന്നു. മാത്രമല്ല, മുൻ കേസുകളുടെ രീതി അനുസരിച്ച് അയാളുടെ ഒരു മോഡസ് എന്ന് പറയുന്നത് ഒളിവിൽ പോവുക എന്നുള്ളതാണ്. ഒരു കുറ്റവാളിയെ പോലെ ഒളിച്ചോടുക എന്നുള്ളത് ഒരു MLA ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രീതിയാണ് എന്നുള്ളത് പോലീസിന് അറിയാം. അപ്പോൾ ഇനിയൊരു പരാതി വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഒളിവിൽ പോകും. ഒളിവിൽ പോയാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾക്ക് ഹൈഡിങ്, അതായത് ഡീപ്പ് ഹൈഡിങ് സംവിധാനം അയാൾക്കുണ്ട് എന്നുള്ളത് പോലീസിന് അറിയാം. അതിന് സംവിധാനങ്ങൾ രാഹുൽ എപ്പോഴും അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടാണ് ഈ പൊതു സ്ഥലത്തേക്ക് വരുന്നത് എന്നും പോലീസിന് അറിയാം. കാരണം നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ അയാൾ കൃത്യമായ ഒരു രക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ആ രക്ഷാ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഒരു പരാതി വന്ന മാത്രയിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ട് രക്ഷപ്പെടാൻ, അലിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അപ്രത്യക്ഷനാകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുകയും ചെയ്തത്. പിന്നീട് അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹൈഡിംഗ് സംവിധാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുക്കിയത്. അത് അന്ന് അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ, കാരണം തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക സംഘങ്ങളാണ് പൊള്ളാച്ചിയിലും കർണാടകയിലുമൊക്കെ അന്വേഷണം നടത്തിയത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രീതി, ഹൈഡിംഗ് രീതി എങ്ങനെയാണെന്നുള്ളത് പോലീസിനെ അമ്പരിപ്പിക്കുകയും ചെയ്തു. കാരണം രാഹുലിനെ സഹായിക്കാൻ വേണ്ടി ഒരു ടീം എപ്പോഴും അവിടെ സജ്ജമായിരുന്നു. രാഹുൽ ഒരിടത്ത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ ഒരിടത്ത് മാത്രം ഹൈഡ് ചെയ്യുന്ന സ്വഭാവമില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഫോൺ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? കൃത്യമായ അഭിഭാഷകരുമായി ഇയാൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്, ഇയാൾ ഏത് റൂട്ടിലാണോ പോകുന്നത് അതിന് സമാന്തരമായി മറ്റൊരു റൂട്ടിൽ, അതിൻ്റെ ടവർ റേഞ്ചിൽ വരാത്ത രീതിയിൽ ഫോണും സംവിധാനങ്ങളുമായി മറ്റൊരു സംഘവും സഞ്ചരിക്കുന്നുണ്ട്. കൃത്യമായ പോയിന്റുകൾ അവർ മീറ്റ് ചെയ്യും, ആശയവിനിമയം നടത്തും. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആ ആശയവിനിമയത്തിന് അവർ ഉപയോഗിക്കുന്ന ഫോണുകൾ ആ സ്ഥലത്ത് നിന്ന് ആരുടെയെങ്കിലും പക്കൽ നിന്ന് വാങ്ങുന്നതാകും എന്നുള്ളതായിരുന്നു. കാരണം പല ഫോണുകളും ട്രേസ് ചെയ്തപ്പോൾ അവിടുത്തെ തദ്ദേശീയരുടെ ഫോൺ നമ്പറിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. പക്ഷേ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് ഒന്ന് പാളി, ഒരു ഫോൺ നാട്ടിലേക്ക് വന്നു. ആ ഫോൺ ട്രേസ് ചെയ്ത് അന്വേഷണ സംഘം അവിടെ എത്തുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആ ഹൈഡിംഗ് സ്ഥലത്ത് നിന്ന് ഒരു കാറും അത് രക്ഷപ്പെടാൻ സഹായിച്ച ഡ്രൈവറെയും ഒക്കെ പോലീസ് പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്ന് അവരുടെ പേരിൽ കേസെടുത്ത് അവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹൈഡിംഗ് സംവിധാനമുള്ള വലിയ രക്ഷാ കവചങ്ങൾ ഒരുക്കാൻ ശേഷിയുള്ള, അതിനുവേണ്ടി മറ്റൊരു ടീം സജ്ജമായി നിൽക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരുപക്ഷെ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഡോണുകളെ പോലെ പെരുമാറാൻ ശേഷിയുള്ള ആ രീതിയിൽ പെരുമാറുന്ന ഒരാളാകണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അന്വേഷണ സംഘത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പരാതി വന്നപ്പോൾ ഇതിൻ്റെ നീക്കം കൃത്യമായിരിക്കണം. ഒരു തരത്തിൽ നമുക്കറിയാം, പോലീസ് സേനയിൽ നിന്ന് തന്നെ വിവരങ്ങൾ ഒരു കാരണവശാലും ചോരാത്ത രീതിയിൽ വളരെ ചുരുക്കം ചില ഉദ്യോഗസ്ഥരുടെ പക്കൽ മാത്രമായിരുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ രാഹുലിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കി. കാരണം കഴിഞ്ഞ ദിവസം പൂങ്കുഴലി, AG പൂങ്കുഴലി നേരിട്ട് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ അറസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൂടി മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത്. അങ്ങനെ നടപടിക്രമങ്ങൾ ഓരോന്നും തന്നെ മുന്നിലേക്ക് പോവുകയാണ്. R. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.